ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാനിത് എടുക്കുമോ മറന്നുപോകുമോ എനിക്കറിയാൻ പാടില്ല. സാധാരണ ഞാൻ വീഡിയോ എന്തെങ്കിലും തുടങ്ങി വെച്ചിരുന്നത് മറന്നുപോകലാണ് പതിവ്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു, പല്ലും കാര്യങ്ങളൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയിട്ട് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനെന്ന് നോക്കാം. നമുക്ക് നേരെ കിച്ചണിലോട്ട്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പഴവുമാണ്. സോ നമുക്ക് കഴിക്കാം. അങ്ങനെ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാവൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഡൈനിങ് ടേബിളിലോട്ട് പോയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഓൾറെഡി ചേച്ചി എനിക്ക് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ പാലായിട്ട് കുടിക്കാൻ ഇഷ്ടമല്ല. ഒന്നെങ്കിൽ ചായ, അല്ലെങ്കിൽ കാപ്പി, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കലക്കിയിട്ട സാധനമേ ഞാൻ കുടിക്കാറുള്ളൂ. പാലങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ കുടിക്കാൻ. അങ്ങനത്തെ പഴം എടുത്തപ്പോൾ ആണ്ടടാ ഇരട്ടപ്പഴം ഇരിക്കുന്നു. ഇരട്ടപ്പഴം എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. കാരണം പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഇരട്ടപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ ഇരട്ടപ്പിള്ളേരുണ്ടാവുമെന്ന്. കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അടി ഉണ്ടാക്കുമായിരുന്നു ഇരട്ടപ്പഴം ഉണ്ടെങ്കിൽ. കാരണം എനിക്കും ഇരട്ടപ്പഴം വേണം, അവൾക്കും ഇരട്ടപ്പഴം വേണം. എന്ത് ചെയ്യാനല്ലേ. പക്ഷേ ഒക്കെ ഭയങ്കര നല്ലൊരു മെമ്മറി ആയിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ പഴം കിട്ടിയാൽ കഴിക്കും, ഇല്ലേ കഴിക്കില്ല. പിന്നെ ഇപ്പം പെട്ടെന്ന് കുറേ നാൾക്ക് ശേഷം ഞാനിങ്ങനെ ഇരട്ടപ്പഴം കാണുന്നത്, കാരണം ഇവിടെ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ കൗതുകത്തിൽ ഞാനതെടുത്ത് പൊളിച്ച് തിന്നുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉപ്പുമാവിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഉപ്പുമാവും ചിക്കൻ കറി ഉണ്ടെങ്കിൽ 4 നേരം ഉപ്പുമാവ് കഴിക്കും. കാരണം നല്ലൊരു കോമ്പിനേഷനാട്ടോ അത്. അടിപൊളിയാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ് ഉപ്പുമാവും ചിക്കൻ കറിയും. അതുപോലെ ഉപ്പുമാവും നല്ല മത്തിക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടില്ലെന്ന് കഴിച്ച് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ പഴമൊക്കെ കൂട്ടി കുഴച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് തലയാട്ടം നിങ്ങൾ വിചാരിക്കേണ്ട, അപ്പുറത്തെ സൈഡിൽ ചേച്ചിയുണ്ട്, ഞാനോട് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയിട്ട് ഞാൻ ജനലും വാതിലും ഒക്കെ അങ്ങ് തുറന്നിട്ടു. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ വേണമല്ലോ. അങ്ങനെ അതൊക്കെ തുറന്നിട്ട്, ഞാൻ സാധാരണ അതൊക്കെ എഴുന്നേൽക്കുമ്പോഴേ ചെയ്യുന്ന കാര്യമാണ്. ഇത്തവണ ചേച്ചി എഴുന്നേക്കാൻ ലൈറ്റ് ആയതുകൊണ്ട് ചേച്ചി ഇന്ന് കഥയെ കൊട്ടി അങ്ങനെ ആ ദേഷ്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ ആ സമയത്തത് ഒക്കെ മറന്നുപോയതാണ് കേട്ടോ. റൂമിൽ വന്നിട്ട് ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് അങ്ങനെ എനിക്കിവിടെ ചെയ്യാൻ മാത്രം അങ്ങനെ പണികൾ കാര്യങ്ങളൊന്നുമില്ല. സോ ഞാൻ ഓർത്തു എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാമെന്ന്. എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. സോ നമുക്ക് എൻ്റെ സ്റ്റഡി ടേബിൾ തന്നെ നമുക്ക് റെഡിയാക്കാം. കാരണം ഞാൻ ഒരാഴ്ച വീട്ടിലായിരുന്നു. അപ്പം ഇവിടെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. എനിക്കിങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് ക്ലീനിങ് പരിപാടിയിലേക്ക് പോകാം. അതെ, ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ സ്റ്റഡി ടേബിൾ ഇരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഞാൻ എപ്പോഴും അടുക്കി പെറുക്കി വെക്കുന്നൊരു സ്ഥലമാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. പക്ഷേ അത് ഞാൻ എങ്ങനെ വെക്കുന്നു അതങ്ങനെ ഇരിക്കാറില്ല. കാരണം ഞാനാണല്ലോ ഉപയോഗിക്കുന്നത്. ഞാൻ തന്നെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വാരിയിടും. ഞാൻ തന്നെ അത് കുളമാക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തൊന്ന് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് ലൈസോൾ ഒരു കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട്. ഞാൻ ആ കുപ്പി 7-Upൻ്റെ എന്തോ കുപ്പിയില്ലേ, അതിന് ഓട്ട ഇട്ടിട്ട് അതിനകത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടിക്കുക ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ഇതാക്കി വന്നിട്ട് ഞാൻ 2 ജനലും ഞാൻ ചുക്കിരി തൊട്ടു. ചുക്കിരി മീൻസ് മാറാല. അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് ബുക്കും കാര്യങ്ങളൊക്കെ ടേബിളിൽ നിന്ന് എടുത്ത് മാറ്റി നമ്മുടെ ലൈസോൾ വെച്ചത് തുടയ്ക്കുക കേട്ടോ. നല്ല പൊടിയുണ്ട്. പൊടി എവിടുന്നാണ് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഞാനാണെങ്കിൽ ഒരാഴ്ച വീട്ടിലായതുകൊണ്ട് ജനലും വാതിലും ഒന്നും തുറക്കുന്നില്ല. ഈ മുറിയിലത്തെ ജനലും വാതിലും ഒന്നും തുറക്കുന്നില്ലായിരുന്നു. എന്നിട്ട് നല്ല പൊടിയായിരുന്നു. ഞാനിപ്പോൾ ഇതേ എൻ്റെ ആ മുറിയിലെ അലമാരിയിലെ കണ്ണാടി തുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല പൊടി ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൗഡർ ഇങ്ങനെ എടുക്കുമ്പം അത് പറന്നിരിക്കും. പിന്നെ പൊടി അല്ലാണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുകയാണ്. അതും മറ്റേ ലൈസോളൊക്കെ ഇട്ടിട്ടാട്ടോ തുടയ്ക്കുന്നത്. തുടച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആകെപ്പാടെ ബ്ലറായിട്ടിരിക്കുന്നു. അത് ഞാൻ പേടിച്ചത് ഇനി വല്ല പാടുപോലെ കിടക്കുമെന്ന്. പക്ഷേ കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ബുക്കെല്ലാം കൂടെ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. റിച്ചുവിൻ്റെ സ്കൂൾ ഡയറിയാണ് ഇത്. റിച്ചു എവിടെയോ കൊണ്ട് കളഞ്ഞെന്നും പറഞ്ഞിട്ട്
ചേച്ചി ഇവിടെ കിടന്ന് ഭയങ്കര യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചേച്ചി സാധനം എൻ്റെ ബുക്കിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് അറിഞ്ഞിട്ടില്ല. അതായത് ഞാൻ യൂസ് ചെയ്യുന്നില്ലാത്ത ബുക്കിൻ്റെ ഇടയ്ക്കിരുന്നു കേട്ടോ ഇരുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇപ്പം അടുക്കി പറയപ്പോഴാണ് ഈ സാധനം ഞാൻ കണ്ടത്. അവനത് ഈ സ്കൂൾ ഡയറി എവിടെയോ കൊണ്ട് കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഓർക്കും ഞാനിവിടെ ഇത് പഠിക്കാറില്ലത്. ഇത് ഞാൻ എടുക്കുന്നില്ലാത്ത ബുക്കിലാട്ടോ ഞാനിത് വെച്ചേക്കുന്നത്. കൂടെയായിരുന്നു ഇരുന്നത്. സോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഒരിടയ്ക്ക് റിച്ചുവിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഈ ടേബിളിലുണ്ടായിരുന്നു. അപ്പം ആ കൂടെ എങ്ങാണ്ടിരുന്നപ്പോൾ പെട്ടുപോയതാണ്. എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ വിജയം. അങ്ങനെ ഞാൻ എൻ്റെ ബുക്കുകളൊക്കെ ഓരോ സെക്ഷൻ വൈസും പാർട്ട് വൈസും ഒക്കെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് വയ്ക്കുവാണ്. ഇത് ഞാൻ തന്നെ കുളവാക്കും, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആ പേപ്പർ എനിക്ക് പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്, പക്ഷെ പഠിക്കണില്ല എന്നൊക്കെയാണ് പറയുന്നത്. CMA പഠിക്കുന്ന അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന ആരൊക്കെ ഉണ്ട് കമൻറ്റ് ബിലോ. ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റൂലടാ. തുടച്ച മിറർ ഞാൻ ഒന്നും കൂടെ ഉണങ്ങിയ തുണിയൊക്കെ ഇട്ട് തുടയ്ക്കുക കേട്ടോ. എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ക്ലീനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ ഭയങ്കര പാടാട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചെയ്യാതിരുന്നാൽ ഞാൻ ഒന്നും ചെയ്യില്ല. അത് കഴിഞ്ഞ് ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം എന്തെങ്കിലും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ സ്കെയറി ടീച്ചർ എന്ന് പറഞ്ഞ ഗെയിം കളിക്കാറുണ്ട്. അത് ടാബിൽ കുറച്ച് നേരം കളിച്ചു. അപ്പോഴാണ് ഓർത്തത് ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിൽ മീൻ വറക്കണമെന്ന്. അങ്ങനെ ഞാൻ മീൻ വറുക്കാനായിട്ട് പോവുകയാണ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മീനാട്ടോ. കിളിമീൻ അമ്മ അവിടെ മുളക് വെച്ച് വെച്ചിരുന്നത് ഞാൻ വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പോകുന്നതാണ്. എനിക്ക് കിളിമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തുന്നാൽ പിന്നെ അതങ്ങ് വറുത്തങ്ങ് ചോറുണ്ടേക്കാം. മീൻ കറി ഓൾറെഡി ഉണ്ടായിരുന്നു, എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ ഇരിക്കുമ്പോൾ നമ്മളത് കൂട്ടി കഴിക്കണമല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ ആ ദൗത്യത്തിലോട്ട് കടന്നു. എണ്ണയൊക്കെ ചൂടായപ്പോൾ കരിവേപ്പില ചെറുതൊന്നും പൊട്ടിത്തെറിച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ഓടുകയും ചെയ്തു. അത് നമ്മൾ വീഡിയോ കാണിക്കാൻ പാടില്ലല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ മീൻ ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 5 മീനേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേണ്ടി മാത്രമുള്ള കിളിമീൻ. ഇത് ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല, കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് കിളിമീൻ. ബാക്കിയുള്ളവർക്ക് മീൻ കറി ഉണ്ടല്ലോ, അവരും അത് കൂട്ടി കഴിച്ചോട്ടെ. പക്ഷേ എൻ്റെ മീൻ തരൂല ഞാൻ. അങ്ങനെ 5 എണ്ണം കറക്റ്റ് ഇരുന്നത് ഞാൻ എടുത്ത് പൊക്കിക്കൊണ്ട് പോകുന്നതാണ്. എന്തായാലും നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. പാടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ വറക്കും കേട്ടോ. ചേച്ചി അവിടെ വേറെ എന്തോ പണിയിലാണ്. അപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞെന്നാൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുക, ചൂടൊക്കെ അല്ലേ, ഒന്ന് റിഫ്രഷ് ആവാമെന്ന്. അങ്ങനെ ചേച്ചി എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞ് 2 ദിവസം ഞാൻ പനിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. നൈസായിട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ട് നല്ല പനി പിടിച്ചു. അതിനിടയ്ക്ക് നമ്മൾ മീൻ നോക്കണം, മീൻ കിടന്ന് പോകരുത്, നോട്ട് ദ പോയിന്റ്. പിന്നെ ഐസായിട്ടൊക്കെ ഇട്ട് എനിക്ക് പനി കിട്ടി. നല്ല പനിയായിരുന്നു. കാരണം ഞാൻ അതിന് തലേ ദിവസവും നാട്ടിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വലിച്ചു വാരി അങ്ങ് തിന്നായിരുന്നു. അപ്പം അതും ആയി. നട്ടപ്പുറ വെയിലത്ത് ഐസായിട്ടിട്ട് വെള്ളവും കൂടെ കുടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അത് കാന്താരിയും ചെറുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടോ കുടിക്കുന്നത്. പക്ഷെ എന്നൊക്കെ പറഞ്ഞില്ല, എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരും. ഇങ്ങനെ ചതച്ചൊക്കെ ഇട്ടിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരും നാരങ്ങ വെള്ളം മോരും വെള്ളമൊക്കെ. അതും അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടം. അപ്പം അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കാന്താരി മുളകൊക്കെ അടിച്ചിട്ടത്. നല്ല ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും പുറത്ത് കാണിക്കാനേ പാടില്ല. അങ്ങനെ അവളതെല്ലാം ഉണ്ടാക്കി ഞങ്ങളത് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ദോഷം പറയില്ലോ. ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഉപ്പ് കൂടും, അല്ലെങ്കിൽ ഉപ്പ് കുറയും, അല്ലെങ്കിൽ പുളി കൂടും, അല്ലെങ്കിൽ പുളി കുറയും, അല്ലെങ്കിൽ വെള്ളം കൂടും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഇത്തവണ സേഫ് സോണായിട്ട് ചേച്ചീനെ തന്നെ വിളിച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കിച്ചത്. പിന്നെ അതെല്ലാം കുറിച്ച് ഞങ്ങൾ റൈഡിങ് ക്ലബ്ബ് മൂവി കാണാൻ വേണ്ടിയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടം. അതിനകത്ത് ഞാൻ ചോറും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല മോരുകറിയും പയറുതോരനും പയറ് മെഴുക്കുവരട്ടി സവോളയും സല്ലാസും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണായിരുന്നു. കുശാലായി, വയറ് നിറഞ്ഞു. ഇത് കൂടി ഒന്നും വേണ്ട എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ചോറും കഴിച്ചിട്ട് ഒരു കപ്പയും കഴിച്ചു. ചോറ് കഴിച്ച് അമ്മയിലുള്ള എന്തെങ്കിലും കഴിച്ചിരുന്ന ഒരു മധുരം എന്നെനിക്ക് നിർബന്ധമൊന്നുമില്ല. കപ്പയ്ക്ക് ഇരുന്നാണ്ടപ്പെടുത്താൻ കഴിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട്
തുണി മിഷീനിലിട്ടിട്ടുണ്ട്, ഞാൻ ഡ്രയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെടുത്ത് വയ്ക്കാൻ പോയി. ഞാൻ ആ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാറില്ലെന്ന് എനിക്കിത് കാണുമ്പോഴേ മനസ്സിലാവും. കാരണം ഞാൻ അതിനകത്ത് നിന്ന് ആ സാധനം എടുക്കാൻ പെടുന്ന കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി വാഷിംഗ് മെഷീൻ്റെ ഏരിയയിലോട്ട് പോകാറില്ല. വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്നതും അലക്കുന്നതും ഉണക്കുന്നതും എല്ലാം ചേച്ചിയുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റിയൊന്നും അറിയേണ്ടി വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആ സാധനം ആദ്യമേ, പിന്നെ ഒറ്റക്കൈയും കൂടി ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് പാടുണ്ടായിരുന്നു. എന്നാലും നമ്മളതൊക്കെ മാനേജ് ചെയ്തു. നമ്മളത് വലിച്ചെടുത്തിട്ടാണെങ്കിലും നമ്മൾ തുണി എന്തായാലും പുറത്തെടുത്തിട്ടുണ്ട്. ചേച്ചി ഈ വീഡിയോ കാണുമ്പോൾ എന്നെ ഒന്ന് സ്മരിക്കുമായിരിക്കും എന്തായാലും. ആ പോട്ടെ. അങ്ങനെ ഇതെല്ലാം എൻ്റെ തുണിയൊന്നുമല്ല, കുറച്ചൊക്കെ എൻ്റെ തുണിയാണ്, കുറച്ചൊക്കെ ചേച്ചിയുടെ തുണിയാണ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ പുറത്ത് ഇങ്ങനെ എന്തൊക്കെയോ ഓർമ്മകളായി വർക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചുക്കുട്ടൻ ക്ലാസ് വിട്ട് വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ് ഞാനൊന്ന് കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഒരു കുളിയൊക്കെ അങ്ങ് പാസ്സാക്കി. അത് ഞാൻ നേരെ അടുക്കളയിലോട്ടോ പോയത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ വൈകിട്ട് ഞാനാട്ടോ ചായ ഇടാറുള്ളത് മോസ്റ്റ് ഓഫ് ദ ഡേയ്സിലും. കാരണം എല്ലാവർക്കും എൻ്റെ ചായ എന്തോ വളരെ ഇഷ്ടമാണ്. ഞാൻ ചായ ഉണ്ടാക്കുന്നത് ഏലക്കയൊക്കെ ഇടിച്ച് ചതച്ചിട്ടിട്ടാട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തോ എല്ലാവർക്കും എൻ്റെ ചായയോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് എൻ്റെ ചായ കുടിക്കാൻ. എനിക്ക് എല്ലാവരും ഉണ്ടാക്കുന്ന ചായ ഒന്നും എനിക്കിഷ്ടമല്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ചായ എനിക്കിഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ടായപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. അത് ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു. രേഖാചിത്രം എന്ന് പറഞ്ഞ മൂവിക്കാണ് പോയത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല മൂവിയാണ്. എനിക്കിങ്ങനത്തെ ക്രൈം ത്രില്ലറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി മൂവിയായിരുന്നു കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരാഴ്ച 1.5 ആഴ്ച എന്തോ ആയി. ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള മടിയല്ല, എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വോയിസ് ഓവർ കൊടുക്കണം അങ്ങനെയുള്ള മടിയൊക്കെ കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ എടപ്പള്ളിയിൽ വനിതയിലാട്ടോ മൂവി കാണാൻ പോയത്. പിന്നെ എവിടെ പോയാലും എന്നല്ല, മൂവി കാണുമ്പോൾ നമുക്ക് പോപ്കോൺ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റുന്ന സാധനമുണ്ടല്ലോ, അങ്ങനെ പോപ്കോണൊക്കെ വാങ്ങിച്ചു. അങ്ങനെ മൂവി കഴിഞ്ഞു ഞങ്ങൾ പോയി ഒരു മന്തിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പം എൻ്റെ ഒരു ഡേ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. ബായ്.